പണ്ടുമുതലേ കയീനും സാത്താനും തമ്മിൽ പിതൃ മകൻ ബന്ധമാണുള്ളതെന്ന് ആരോപിക്കുന്ന കൂട്ടരുണ്ട്. അതിനവർ മുമ്പോട്ട് വയ്ക്കുന്നത് വേദപുസ്തകത്തിലെ ബൈബിളിലെ കുറച്ച് വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. 1 യോഹന്നാൻ 3:12 കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്ന് വെളിപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക, ദുഷ്ടനിൽ നിന്നുള്ളവൻ. ഉൽപ്പത്തി 4:1 ആദാം തൻ്റെ ഭാര്യയായ ഹൗവായെ വിവാഹം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ് കയീനെന്ന് വെളിപ്പെടുത്തുന്നു. അഥവാ കയീൻ ആദാമിൽ നിന്ന് വന്നു എന്ന് സ്പഷ്ടമാക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യർ 11:3 സർപ്പം അഥവാ സാത്താൻ ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചു എന്ന് നാം വായിക്കുന്നു. മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നെങ്കിലും ഇംഗ്ലീഷ് ബൈബിളോ മറ്റേത് ഭാഷയിലെ പുസ്തകങ്ങൾ വായിച്ചാലും അഥവാ ബൈബിൾ വായിച്ചാലും നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് ബൈബിൾ നേരിട്ടെഴുതിയ ഭാഷകൾ. ഈ ഭാഗങ്ങളിൽ ആദാമിൻ്റെയും ഹൗവയുടെയും നേരിട്ടുള്ള ജൈവ സന്താനമാണ് കയീൻ എന്ന് വ്യക്തം. ദുഷ്ടനിൽ നിന്ന് എന്ന് ബൈബിൾ പറഞ്ഞതിൽ ജൈവ സന്താനം എന്ന അർത്ഥമില്ല. 1 യോഹന്നാൻ 3:8 പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണെന്ന് വിളിച്ചതിൽ പാപം ചെയ്യുന്നവനെ പിശാച് ജനിപ്പിച്ചു എന്നർത്ഥമില്ല. അപ്പൻ്റെ സ്വഭാവം മകൻ പകർത്തുന്നത് പോലെ സാത്താൻ്റെ സ്വഭാവം കയീൻ കാണിച്ചു. അതാണ് സത്യം. അതായത് തെറ്റ് ചെയ്യുന്ന സാത്താൻ്റെ സ്വഭാവം കയീനിൽ വെളിപ്പെട്ടു. അവൻ ദുഷ്ടനായി മാറി. അല്ലാതെ ജനനം സംബന്ധിച്ചല്ല കയീൻ്റെ പിതാവ് സാത്താനായി മാറിയത്. കയീൻ ജനിച്ചപ്പോൾ ഹൗവ പറഞ്ഞൊരു പദമുണ്ട്: യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു. തൻ്റെ സഹോദരനെ വകവരുത്തിയതിലൂടെ ആദാമിൻ്റെ സന്തതി ഹൗവയുടെ സന്തതി ദുഷ്ടന്റെ സന്തതിയായി മാറി. അവഗണിക്കാൻ